എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു മാധ്യമ പ്രവർത്തകയെ നീയൊന്നും അത്രയ്ക്ക് വളർന്നിട്ടില്ല, എന്നോട് ചോദ്യം ചോദിക്കാൻ അത്രയ്ക്ക് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ്, അതൊരു സ്ത്രീയാണ്, അവരുടെ തോളത്ത് കൈവച്ച് സംസാരിച്ചു. ഈ സംഭവം നടന്നിട്ട് ആ വ്യക്തിയെ, പറഞ്ഞ വ്യക്തിയെ, ആ വ്യക്തി ഒരു സെലിബ്രിറ്റിയാണ്. അതോടൊപ്പം രാഷ്ട്രീയത്തിൽ പല രീതിയിൽ പയറ്റുന്നയാളാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ആണ് ഈ സംഭവം അരങ്ങേറുന്നത്. മറ്റ് മാധ്യമ പ്രവർത്തകരൊന്നും അതിനെ വിമർശിച്ച് കണ്ടില്ല. പക്ഷേ സംഭവം ഒരു വിവാദമായി കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തക കംപ്ലൈൻറ്റ് കൊടുത്തു. ഇങ്ങനെ ചെയ്തതിന് എതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം ഈ സെലിബ്രിറ്റി കം പൊളിറ്റീഷ്യൻ അദ്ദേഹം ഇതിനെ ഒരു മ്ലേച്ഛമായ രീതിയിൽ കളിയാക്കി നടന്നതും നമ്മൾ കണ്ടു. അയ്യോ, നമ്മളിനി ആരെയും തൊടുന്നില്ലേ, തൊട്ടാ ഇനി പ്രശ്നമാവുകയെ എന്നൊക്കെ പറഞ്ഞിട്ട് തീരെ അപക്വമായ ഒരു രീതിയിൽ കളിയാക്കി. അതിനുശേഷം ചില സെലിബ്രിറ്റീസ് മാത്രമല്ല, മറ്റു ചില സ്ത്രീകളും അതിന് മുന്നിട്ടിറങ്ങി. എന്താണെന്നറിയോ, ഈ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ആ മ്ലേച്ഛമായ കാര്യം അതിനേക്കാളും മ്ലേച്ഛമായ, അതെങ്ങനെ മ്ലേച്ഛമാകുന്നതെന്നറിയുമോ? ഇത്ര നാളും ഇല്ലാതിരുന്ന ഒരു സംഭവമാണ്. ഈ വ്യക്തി ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഈ വ്യക്തി പിതൃ സ്ഥാനത്തും അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തും നിന്നിട്ടാണ് ആ മാധ്യമപ്രവർത്തകയെ അങ്ങനെ തോളത്ത് കൈവച്ച് സംസാരിച്ചത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ചില സ്ത്രീകൾ, അവർ സെലിബ്രിറ്റികളും അല്ലാത്തവരുമായിരുന്നു, അവർ പബ്ലിക്കായിട്ട് ഈ അദ്ദേഹത്തെ ഹഗ് ചെയ്ത് ആ പ്രതിഷേധം അറിയിച്ചു. അതൊരു പ്രതിഷേധത്തിൻ്റെ ഹഗ്ഗായിരുന്നു. അല്ലാതെ സ്വാഭാവികമായിട്ട് എല്ലായ്പ്പോഴും ഇവരൊക്കെ തമ്മിൽ കാണുമ്പോൾ ചെയ്യുന്ന ഒന്നായിരുന്നില്ല. പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ഹഗ്ഗായിരുന്നു. അവിടെയാണ് അതിൻ്റെ അശ്ലീലത്വം നിലനിൽക്കുന്നത്. ഇപ്പോൾ രാജിവെച്ച് പിന്നീട് രാജിവെച്ചില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഒക്കെ പലവിധ പ്രകടനം കാണിക്കുന്ന ആ സംഘടനയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അവരും ഇതിൻ്റെ മുൻപന്തിയിലായിരുന്നു. ഈ ആൺമേൽക്കോയ്മയെ അംഗീകരിക്കുന്ന പ്രവൃത്തി ചെയ്ത അതേ വ്യക്തിയായിരുന്നു, അതേ വ്യക്തിയാണ് ഇപ്പോൾ ഈ പ്രകടനം നടത്തുന്നത്. നിങ്ങൾക്ക് കാര്യം വ്യക്തമായല്ലോ അല്ലേ? എനിക്ക് ഇവരുടെ സത്യസന്ധതയിലും ഇവരുടെ രാജ്യസ്നേഹത്തിലും ഒക്കെ എനിക്ക് വ്യക്തമായി ഇവരെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ.
ഇല്ലെങ്കിൽ വേണ്ട. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.